ഈ ഒരു സെപ്പറേഷനിൽ അവർ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാനായിട്ട് കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി ഇവിടെ മൊറാലിറ്റി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സദാചാര വിരുദ്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് മറ്റ് ആൾക്കാര് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റ് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റ് വ്യക്തികളായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം ഒരു ഡാർക്ക്നെസ്സിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഏത് വിധേനയും അവർക്ക് നിങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ് നിങ്ങളിലേക്ക് വരണം എന്നുള്ള അത്രമാത്രം ആഴത്തിലുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ അത്രമാത്രം അവര് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവര് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അവര് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആണ് ഈ ഒരു സമയത്ത്. മറ്റുള്ള വ്യക്തികൾ ഒരുപാട് എന്താണ് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ ഇന്റർഫിയറൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അവരെ ഒരു തരത്തിലും ഈ റിലേഷൻഷിപ്പിലേക്ക് പോവാനായിട്ട് കഴിയാത്ത വിധം ഒപ്പോസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള പ്രണയം കാരണം അവര് എന്ത് സാഹസത്തിലൂടെയും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാൻ അവര് ശ്രമിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് എന്തായാലും ഈ ഒരു ഡാർക്ക്നെസ്സിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഒരു സത്യസന്ധതയുടെ വെളിച്ചത്തില് അവര് ആ ഒരു ചെറിയ പ്രകാശത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കെട്ടുപാടുകളിലും ഒരു തരത്തിലും അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തി വളരെ വളരെ ആഴത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ. തീർച്ചയായിട്ടും ഈ സമയത്ത് ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഏത് പാത്താണ് അവർ ചൂസ് ചെയ്യേണ്ടത്? മറ്റുള്ളവര് പറയുന്ന വാക്കുകൾ കേൾക്കണമോ? ഈ റിലേഷൻഷിപ്പിലേക്ക് എല്ലാ കാര്യങ്ങളും തകർത്തെറിഞ്ഞ് റിലേഷൻഷിപ്പിലേക്ക് പോകണമോ? എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. ഓക്കെ. ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. അവര് ആ സ്നേഹം അവരുടെ ആ ഹൃദയം അവര് കൈകളിൽ എടുത്ത് വെച്ച് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം അവരുടെ സ്നേഹം അവര് ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. യെസ്. തീർച്ചയായിട്ടും അവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാരേജിൽ എത്തിക്കണം എന്നുള്ള അത്രമാത്രം ആഗ്രഹം ആ വ്യക്തിക്കുണ്ട്. ഓക്കെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് നിയമ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം ഓവർകം ചെയ്ത് അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ട്. അത്രമാത്രം ആഴത്തിലാണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ നേരെ ഉള്ള വഴികളിലൂടെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ മറ്റൊരു വാതിലിലൂടെ അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ദാറ്റ് മീൻസ് മറ്റു വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ വഴിയോ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ വളരെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവര് നിങ്ങളോട് ഒരുപാട് അഡിക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി അവര് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവണ്ണം അത്രമാത്രം അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ട് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവര് എങ്ങനെയെങ്കിലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അത്രമാത്രം അവര് നിങ്ങളോട് അഡിക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അവര് അത്രമാത്രം ആഴത്തില് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ഐ വിഷ് ടു സർപ്രൈസ് യു. ഓക്കെ. ആ വ്യക്തി
നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കേ. മേ ബി ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മെസ്സേജ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് എപ്പോഴെങ്കിലുമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കേ. ഐ എം സോറി ഫോർ നോട്ട് വിഷിംഗ് യുവർ സ്പെഷ്യൽ ഡേ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏതോ ഒരു സ്പെഷ്യൽ ഡേയിൽ ആ വ്യക്തി നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ലായിരിക്കണം. മേ ബി നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കണം. ആ ഒരു ഡേയിൽ ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ല. അതിന് അവർ സോറി പറയുന്നതായിട്ടാണ് ഇവിടെ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദ ടൈം. ഓക്കെ. നിങ്ങളെ അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവരെ സ്വപ്നത്തിൽ പോലും നിങ്ങളെയാണ് എപ്പോഴും കാണുന്നത്. ഓക്കെ. അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ ആരോ ഒരാൾ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ട് നഷ്ടമായി പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുഃഖങ്ങൾ മേ ബി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഒരു ഔട്ട്സൈഡറെ പോലെ നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു കോണ്ടാക്റ്റ് ആ വ്യക്തി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു സമയത്ത് പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് നിങ്ങൾക്കുള്ള ഫീലിംഗും ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ആ വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി പല സിറ്റുവേഷനിലും നിങ്ങൾ ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലെ മെമ്മറീസ് കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഒഴിവാക്കാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. എത്രമാത്രം ഈ വ്യക്തി നിങ്ങൾക്ക് നേരെയുള്ള വാതിലുകൾ അടയ്ക്കുന്നു, അത്രമാത്രം നിങ്ങൾ ആ വാതിലിൽ മുട്ടി വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യുന്ന പോലുള്ള ഒരു സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ഗൈഡൻസിന് വേണ്ടിയാണ് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു എക്സിസ്റ്റൻസ് ഈ ഒരു സമയത്ത് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഏകാന്തത നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പല ടെക്നിക്കുകളും നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന സമയം ആ ഒരു പീരീഡ് ഓഫ് ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ അത്രയും കളർഫുൾനെസ് ഉണ്ടായിരുന്നത്. അതിന് മുന്നുള്ള സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കൺവേർട്ട് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. ഓക്കെ.